രൂപയിൽ അടക്കമാണ് പ്രതികരിച്ചത്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അടൂർ സിനിമയുടെ വലിയ വിശാലമായ ലക്ഷ്യം മുൻനിർത്തി പറഞ്ഞ വാക്കുകളാണ് എന്ന വാദം ഉന്നയിക്കുന്നവരുണ്ട്. അതല്ല, പക്ഷേ അടൂർ ബോധപൂർവമായി പട്ടികജാതി വിഭാഗങ്ങളെ ബോധപൂർവമായ വാക്കുകൾ പരാമർശിച്ചതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളും അടൂരിനുണ്ടായിരുന്നു എന്ന വാദ്യമുണ്ട്. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ ഇന്നലത്തെ പരാമർശം വിവാദമായതിന് പിന്നാലെ സർക്കാർ വളരെ കരുതലാണ് ഇതിൽ പ്രതികരിച്ചത്. കാരണം ഏത് വിഭാഗത്തിനാണ് പണം കൊടുക്കേണ്ടത്, അത് എത്ര കൊടുക്കണമെന്നത് അത് സർക്കാരിന് അറിയേണ്ട കാര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുമെന്നതാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളെ അതേ അർത്ഥത്തിൽ തള്ളിക്കൊണ്ട് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ തന്നെ ഈ വേദിയിൽ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നോക്കാം. എല്ലാ ബഹുമാനം എനിക്ക് അടൂർ സാറിനോടുണ്ട്. സാറ് പറഞ്ഞെല്ലാം നല്ല സജഷനാണെങ്കിൽ ഈ SC/ST വനിത സാറേ ഇപ്പോൾ സിനിമ എന്ന് എടുക്കാൻ ഈ 1.5 കോടിയോടൊന്നും പറ്റത്തില്ല. പ്രശ്നം അതാണ്. സാറ് പറഞ്ഞത് ശരി, 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമില്ല. 25 ലക്ഷം വെച്ച് അത് കുറച്ചുകൂടി വിലവായി കൊടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്നും ഈ 1.5 കോടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ എടുത്ത ആളുകൾ വെള്ളം കുടിച്ച് കിടക്കുക. കാരണം അത്ര പ്രയാസമില്ല. അവർ ഇപ്പോൾ എടുത്തതിന് പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടുണ്ട്. വനിതകൾ, പട്ടികജാതി വിഭാഗങ്ങൾ, പിന്നോക്കം നിൽക്കുന്നവർ, ആവശ്യ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവർക്ക് സിനിമയുടെ മുഖ്യധാര വേണം. സാർ, ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായ ഒരു കമ്മിറ്റി ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധനന്മാരെ ഉൾപ്പെടുത്തിയൊരു കമ്മിറ്റി, സ്ക്രീനിങ് കമ്മിറ്റി, ഇവരെല്ലാം അയച്ചു തരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് സജി ചെറിയാൻ്റെ വാക്കുകൾ. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണൻ അതേ വേദിയിൽ തന്നെ മന്ത്രി മറുപടി നൽകിയായിരുന്നു. ഇത് പണം മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കൃത്യമായ സമിതിയെ വെച്ച് വേണ്ടത്ര കഴിവുള്ളവർക്ക്, യോഗ്യതയുള്ളവരിലേക്ക് തന്നെയാണ് ഈ പണം എത്തുന്നത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയതെന്ന് കൂടിയാണ് മന്ത്രി വിശദീകരിക്കുന്നത്. എന്തായാലും അടൂരിൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട വിവാദം അത് ഇനിയും തുടരുമെന്നതാണ് സാഹചര്യം. ഡാൻ കുര്യൻ ഒരിക്കൽ കൂടി. ഡാൻ, നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും അടൂരിൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും അതല്ലെന്നുമുള്ള 2 വാദങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഒടുവിൽ അത് നിയമ നടപടിയിലേക്ക് പോലും പോവുകയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ തുടർ പ്രതികരണം നടത്തുന്നതുമില്ല. സർക്കാർ ഭാഗത്തു നിന്നും മറ്റെന്തെങ്കിലും നീക്കമുണ്ടാകുന്നുണ്ടോ? ഇന്നലെ സജി ചെറിയാൻ്റെ വാക്കുകൾ നമ്മൾ ആ വേദിയിൽ തന്നെ കേട്ടു. മറ്റെന്തെങ്കിലും പ്രതികരണം ഈ വിവാദം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായോ അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വിശദീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി ഇനി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം അതിനുള്ള മറുപടി അതേ വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ നൽകുകയും പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ സതുദ്ദേശത്തോടെയാണ് ഇങ്ങനെയൊരു പരാമർശം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കി മന്ത്രി സജി ചെറിയാൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ വിമർശനാത്മകമായി സമൂഹമാധ്യമങ്ങളിൽ അവരവരുടെ നിലപാടുകൾ മന്ത്രിമാരോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ഒക്കെ പങ്കുവെക്കുന്നുണ്ടാകും. അതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാവാം. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ദിനുവയിൽ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അങ്ങനെ ഉണ്ടായാൽ അത് മാത്രമാകും ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങൾക്കോ വാർത്തകൾക്കോ ഒക്കെ വഴിവെക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുക. അതാണ് സാഹചര്യം. എന്തായാലും അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചർച്ച ചെറുതല്ല. ഇതാദ്യമായിട്ടല്ല അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനകൾ വിവാദത്തിൽപ്പെടുന്നത്. മുമ്പ് പലവട്ടവും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ സിനിമയുടെ വിശാലമായ സിനിമയുടെ വികസനം അല്ലെങ്കിൽ സിനിമയുടെ നന്മ എന്ന ലക്ഷ്യം നിർത്തിയാവാം വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഈ വാക്കുകൾ പ്രയോഗിക്കുന്നത് എന്ന് വാദമുയർത്തുന്നവരുണ്ട്. എന്നാൽ അതല്ല, അടൂർ ഗോപാലകൃഷ്ണനിലെ സവർണബോധമാണ് ഇത് പറയിക്കുന്നത് എന്ന മറുവാദവുമുണ്ട്. എന്തായാലും വലിയ വിവാദമാണ്. ഒടുവിലത് നിയമ നടപടികളിലേക്കും കടക്കുന്നു. ഇടവേളയാണ്, മടങ്ങി വരാം.